എൻ്റെ ഓർക്കിഡ് ഗാർഡനിലേക്ക് ഞാൻ പുതുതായി വാങ്ങിയ ഡെൻഡ്രോബിയങ്ങളാണ് ഇത്. 20 സീഡ്ലിങ്സാണ് വാങ്ങിയത്. ഇത്തവണ മൺചട്ടിയാണ് ഞാൻ തിരഞ്ഞെടുത്തത്. ഇതോടുകൂടി എൻ്റെ ഓർക്കിഡ് ഗാർഡനിൽ 100 നിറത്തിലുള്ള ഡെൻഡ്രോബിയം തൈകളായി. ചെടിയുടെ ഗ്രോത്തിനുള്ള NPK ആണ് ഇപ്പോൾ പ്രധാനമായും കൊടുക്കുന്നത്. ഇത് ഞാൻ പ്രൊപ്പഗേഷന് വെച്ചിരിക്കുന്ന ഡെൻഡ്രോബിയത്തിൻ്റെ സ്റ്റമ്മുകളാണ്. ഇല കൊഴിഞ്ഞ സ്റ്റമ്മുകളെല്ലാം ഇങ്ങനെ 2 സൈഡിലും ഫംഗിസൈഡ് പുരട്ടി പ്രൊപ്പഗേഷനായി വെക്കും. ഇതിലിപ്പോൾ ഫ്ലവറാണ് വന്നിരിക്കുന്നത്. മുൻപും എനിക്ക് ഇതുപോലെ തന്നെ ഫ്ലവർ വന്നിട്ടുണ്ട്. സലയ തോങ്കച്ചായ് ബ്രൗൺ എന്ന ഡെൻഡ്രോബിയത്തിൻ്റെ ഫ്ലവറാണ് ഇത്. 4 മാസത്തോളമായി പ്രൊപ്പഗേഷന് വെച്ചിരിക്കുന്ന സ്റ്റമ്മുകളാണ് ഇവയെല്ലാം. ഇതിൽ ചിലതിനെല്ലാം തൈകൾ വന്നിട്ടുണ്ട്. ഇത് ബ്ലാക്ക് ക്രിംസൺ എന്ന ഡെൻഡ്രോബിയം ഫ്ലവറാണ്. ഇതെൻ്റെ വാൻഡകളാണ്. ഇവ സ്ഥിരമായി ഫ്ലവർ ചെയ്യുന്ന വാൻഡകളാണെങ്കിലും 2 ചെടിയിലും ഒരേ സമയം ഫ്ലവർ വരുന്നത് ഇതാദ്യമായാണ്. വലിയ പരിചരണമൊന്നും വേണ്ടെങ്കിലും ഒരു ഫ്ലവർ കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ അടുത്ത ഫ്ലവറും വരാറുണ്ട് ഇതിൽ. ഇതൊരു കോമ്പാക്റ്റം ഇനത്തിൽപ്പെട്ട ഡെൻഡ്രോബിയമാണ്. ഇതിലാദ്യമായാണ് ഫ്ലവർ വരുന്നത്. ഇതെൻ്റെ അടുത്ത് 4 വർഷമായുള്ള താമരയാണ്. ഇതിലിപ്പോൾ നിറയെ മുട്ടുകളാണ്. ഇതും എൻ്റെ അടുത്തുള്ള ഒരു ആമ്പലാണ്. ഇതും കുറേ വർഷങ്ങളായി എൻ്റെ അടുത്ത്. ഇത് ഞാനിപ്പോൾ കൊണ്ടുവച്ച പുതിയൊരു തരം താമരയാണ്. ചുവന്ന നിറമാണ് ഇതിന്. ഇതിൽ ആദ്യത്തെ ബഡാണ് വന്നിരിക്കുന്നത്.